ഓക്കെ അല്ലേ? എല്ലാം കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും NPTVയുടെ മറ്റൊരു വ്ലോഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ പ്രാങ്ക് എന്ന് പറയുന്നത്, വിജനമായൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരാളിന് പെട്ടെന്ന് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ മറ്റേയാൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വിജനമായൊരു സ്ഥലം തപ്പി ഇറങ്ങി, വിജനമായൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി. പിന്നെ ഒറ്റയ്ക്കൊരാളെ നമ്മൾ അന്വേഷിച്ച് കിടന്നപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരാളെ കിട്ടിയിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തോ പ്രശ്നമൊന്നും അറിയാൻ വയ്യല്ലേ. ഓക്കെ ഷിബു വിടറാ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളീൻ്റെ അടുത്തേക്ക് ഞാൻ പോയി പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട്, നെഞ്ചുവേനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കമോൺ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി വന്ന് അപ്പം ഞാൻ അങ്ങോട്ട് പോയി ചെയ്യും. നീ ആ വിറകുള്ളിയുടെ ബാക്കിലോ പൊത്താമ്പരയിലോ കയറി ഇരുന്ന് ഷൂട്ട് ചെയ്തോണം. ഓക്കെ, പുറത്ത് വരരുത്. എല്ലാം ഓക്കെ ആണല്ലേ? ഓക്കെ, പറഞ്ഞ പോലെ ഞാൻ കൊണ്ടുവരാം. ഹലോ ചേട്ടാ. നല്ല സ്ഥലം ഇല്ലേ ചേട്ടാ? അയ്യോ, വിളി ഫയർഫോഴ്സിനെ. വണ്ടി കണ്ണടക്കില്ലേ ബ്രോ. ഇവിടെ ആരെയും കാണുന്നുമില്ലല്ലോ. ബ്രോ എനിക്ക് ബ്രോ ഹായ് ബ്രോ. അതായത് ഇത് PTV എന്ന് പറയുന്നത് നമ്മുടെ പ്രാങ്ക് ചാനലിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ചേട്ടാ. ഇന്നത്തെ നമ്മുടെ പ്രാങ്കിൻ്റെ ഹീറോ ആയിട്ട് ചേട്ടനെ തിരഞ്ഞെടുക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ചേട്ടന് സമ്മാനമായിട്ട് ഒരു കവർ അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഉപ്പും ഉണ്ട്. നമ്മുടെ ക്യാമറ ഷിബു വാ, പൊത്താമ്പര. ഡേ ഷിബു, കഴിഞ്ഞ് വാ, അരിപ്പൊടി എടുത്തോ. യാതൊന്നും തോന്നുന്നു. ഡേ ഷിബു വന്നേ. ഓ അത് ശരി. ഡേയ്, ചേട്ടൻ നമ്മൾ വിചാരിച്ച ആളല്ല. ചേട്ടൻ്റെ തമാശ ഇറക്കുന്നുണ്ട്. ഒരു പ്രാങ്ക് നമ്മൾ അങ്ങോട്ട് ചെയ്തപ്പോൾ ചേട്ടൻ്റെ മറു പ്രാങ്ക്. ഡേയ് ചേട്ടാ, മതി, തിരിച്ച് ആക്ട് ചെയ്യുന്നു പറഞ്ഞേ. വേറെ സമ്മാനമൊന്നുമില്ല, അരിപ്പൊടി മാത്രമേ ഉള്ളൂ. ചേട്ടോയ്. ഡേ ഷിബു വന്നടാ. ചേട്ടാ ബ്രോ അണ്ണാ. ഡേ ഷിബു